ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മൻ സ്പോക്കൺ ജർമ്മൻ, അതായത് സ്പീക്കിങ്ങിന് ഹെൽപ്ഫുള്ളായിട്ടുള്ള, അതായത് നമ്മൾ ജർമ്മനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഡയറക്ഷനും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടിൻ്റെ മീനിങ്ങും ഒക്കെയാണ് ഞാനിന്നിവിടെ പറയുന്നത്. അപ്പം നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് എൻഷുൾഡിഗും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ക്യൂസ് മീ എന്നാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ എൻഷുൾഡിഗൻ എന്നും ചോദിക്കാം, എൻഷുൾഡിഗൻ സി എന്ന് ചോദിക്കാം, അതും എക്സ്ക്യൂസ് മീ തന്നെയാണ്. രണ്ടാമത്തതാണ് ക്വനൻസി മിയർ ബിറ്റെ എൽഫൻ അല്ലെങ്കിൽ ക്വനൻസി മിയർ ബിറ്റെ എൽഫൻ. ഇത് രണ്ടും കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ എന്നുള്ള മീനിങ് തന്നെയാണ് വരുന്നത്. മൂന്നാമത്തതാണ് വെയർ ഈസ്. ഇപ്പം നമ്മൾ എവിടെയാണ് എന്ന് ചോദിക്കുവാണെങ്കിൽ അതെങ്ങനെ ചോദിക്കാമെന്നാണ്. വെയർ ഈസ് എന്ന് പറഞ്ഞാൽ വോ ഈസ്. അതിൻ്റെ കൂടെ ബാക്കി സെൻറ്റൻസ് കൂടെ ആഡ് ചെയ്യുമ്പം zum Beispiel wo ist der Bahnhof, wo ist der Bahnhof, where is the Bahnhof. Bahnhof എന്ന് പറഞ്ഞാൽ ട്രെയിൻ സ്റ്റേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. വോ ഈസ് ദ ഫ്ലൂഹാഫൻ. ഫ്ലൂഹാഫൻ എന്ന് പറഞ്ഞാൽ എയർപോർട്ട്. വോ ഈസ് ദ ഫ്ലൂഹാഫൻ. അപ്പോൾ നമ്മൾ വോ ഈസ്, വെയർ ഈസ് എന്ന് കൂട്ടി നമുക്ക് അങ്ങനെ സെൻറ്റൻസ് ചോദിക്കാം, എവിടെയാണ് ഈ സ്ഥലം എന്ന് ചോദിക്കാം. അടുത്തതാണ് നാലാമത്തത് വെയർ ഈസ് എ. ഈസ് എ എന്ന് കൂടെ ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ സെൻറ്റൻസ് എഴുതുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളത് പറയുമ്പം വോ ഈസ് എന്ന് തന്നെയാണ്. അപ്പോൾ എയ്ക്ക് പകരം നമ്മൾ ഐനെ, വോ ഈസ് ഐനെ അപ്പോത്തേക്ക്. അപ്പോത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാർമസി. വോ ഈസ് ഐനെ അപ്പോത്തേക്ക്, വേർ ഈസ് എ ഫാർമസി, എവിടെയാണ് ഫാർമസി. ഓക്കെ, ഐൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രലാണ്, അതായത് മസ്കുലിൻ നൗൺ ആണ്, അതുകൊണ്ടാണ് ഐൻ എന്ന് പറഞ്ഞത്. ഐനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെമിനിൻ നൗൺ ആണ്. ഓക്കെ, അടുത്താണ് അഞ്ചാമതാണ് ഹൗ ഡു ഐ ഗെറ്റ് ടു എന്ന മീനിങ് വരുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമ്മളത് പറയുമ്പം വി കൊമേ ഈഷ് എന്ന് പറഞ്ഞിട്ട് സു, സോർ, സും, നാഹ്. ഇത് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമ്മളിതൊക്കെ യൂസ് ചെയ്യുന്നതും ഒക്കെ പറയുന്നത്. അപ്പം ഹൗ ഡു ഐ ഗെറ്റ് ടു എന്നുള്ള വരുന്നതാണ് വി കൊമേ ഈഷ്. ബാക്കി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. zum Beispiel വി കൊമേ ഈഷ് നാക്ക് ബെർലിൻ. ഹൗ ഡു ഐ ഗെറ്റ് ടു ബെർലിൻ, എങ്ങനെയാണ് ഞാൻ ബെർലിനിലേക്ക് പോകുന്നത്. വി കൊമേ ഈഷ്, ഞാൻ എങ്ങനെയാണ് വരുന്നത് എന്നാണ് മീനിങ് വരുന്നത്. അടുത്തത് സും വരുമ്പോഴത്തേന് നമ്മൾ സു പ്ലസ് ദെമ്മിനെയാണ് നമ്മൾ സും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് സും വെച്ച് വരുമ്പോൾ എങ്ങനെയാണ് സെൻറ്റൻസ് പറയുന്നത് നോക്കാം. ഹൗ ഡു ഐ ഗെറ്റ് ടു ദ എയർപോർട്ട്. ടു ദ എയർപോർട്ട് എന്ന് പറയുമ്പോഴാണ് നമ്മൾ സും ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്, വി കൊമേ ഈഷ് സും ഫ്ലൂഹാഫൻ, ഞാൻ എങ്ങനെയാണ് എയർപോർട്ടിൽ എത്തുന്നത് അല്ലെങ്കിൽ വരുന്നത്. അടുത്തതാണ് സു പ്ലസ് ദർ, സുർ. ഓക്കെ, സു പ്ലസ് ദറിനെയാണ് നമ്മൾ സുർ എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ സുർ എങ്ങനെ, എവിടെ, ഏത് സെൻറ്റൻസ് ആണ് മേക്ക് ചെയ്യുന്നത് നോക്കാം. വി കൊമേ ഈഷ് സുർ അപ്പോത്തേക്ക്, ഞാൻ എങ്ങനെയാണ് അപ്പോത്തേക്കയിലേക്ക് വരുന്നത്, അതായത് ഫാർമസിയിലേക്ക് ചെല്ലുന്നത്. അടുത്തതാണ് ആറാമത്തത് ഈസ് ദയറെ അല്ലെങ്കിൽ നിയർ ബൈ, ഇവിടെ അടുത്ത് തന്നെ, തൊട്ടടുത്ത് തന്നെ എന്ന് പറയാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇന്ദർനേഹെ. ഇന്ദർനേഹെ എന്ന് പറഞ്ഞാൽ നിയർ ബൈ അല്ലെങ്കിൽ ക്ലോസ് ബൈ എന്നാണ് മീനിങ് വരുന്നത്. അപ്പം നമുക്ക് zum Beispiel നോക്കാം. ഈസ് ഹിയർ ഐനെ അപ്പോത്തേക്ക് ഇൻ ദി നെയ്ഹർ. ഈസ് ദർ ഈസ് എ ഫാർമസി നിയർ ബൈ. ഇവിടെ എവിടെയാണ് ഫാർമസി അടുത്തുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഈസ് ഹിയർ ഐനെ അപ്പോത്തേക്ക് ഇൻ ദർ നെയ്ഹെ. ഓക്കെ, അടുത്തത് ഏഴാമത്തത് ലിങ്ക്സ്, അതായത് നമ്മൾ കുറച്ച് ഡയറക്ഷൻസ് ആണ് പഠിക്കുന്നത്. ലെഫ്റ്റിനെയാണ് നമ്മൾ ലിങ്ക്സ്. റൈറ്റിന് നമ്മളാണ് റെക്സ്റ്റ്. അടുത്തതാണ് സ്ട്രെയിറ്റ് ഹെഡ്, അതായത് ഖറാഡെ ഹൗസ്. ഓക്കെ, അടുത്തതാണ് എട്ടാമത്തത് ഇഷ് ഹാബെ മിഷ് ഫെർലൗഫൻ, അതായത് ഐ ആം ലോസ്റ്റ്.
ഐ ആം ലോസ്റ്റ് എന്ന് പറയാനായിട്ടാണ് ഇഷ് ഹാബെ മിഷ് ഫെലൗഫൻ. ഓക്കെ, അടുത്തതാണ് ഒമ്പതാമത്തത് ഇസ് ദസ് വൈറ്റ് ഫോൺ ഹിയർ, ഇസ് ദസ് വൈറ്റ് ഫോൺ ഹിയർ, ഈസ് ഇറ്റ് ഫാർ ഫ്രം ഹിയർ, ഇവിടെ നിന്ന് കുറേ ഉണ്ടോ എന്ന് ചോദിക്കത്തില്ലേ, അതാണ് ഇവിടെ വരുന്നത്. അപ്പം നമുക്ക് ആൻസർ പറയാം, യാ ദസ് ഈസ് സർ വൈറ്റ്, യെസ് ഇറ്റ് ഈസ് വെരി ഫാർ, അത് വളരെ ദൂരമുണ്ട്. അല്ലെങ്കിൽ 9 ആണെങ്കിൽ 9 das ist gleich die Ecke, 9 das ist gleich die Ecke, no it's right around the corner. അടുത്തതാണ് പത്താമത്തത് ദ മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ജർമ്മനിൽ പറയും ദി കാർട്ടെ. ഓക്കെ, haben Sie eine Karte, അതായത് ഡു യു ഹാവ് മാപ്പ്, നിങ്ങളുടെ കയ്യിൽ മാപ്പ് ഉണ്ടോയെന്ന്. ഓക്കെ, അപ്പം അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം können Sie mir das bitte zeigen, അപ്പോൾ നമ്മൾ പറയാം can you show me, എനിക്കതൊന്ന് കാണിക്കാമോ എന്ന് ചോദിക്കാം. അടുത്തതാണ് 11. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീനിങ്സുകളാണ്, ട്രാൻസ്പോർട്ടേഷൻ്റെ മീനിങ്ങുകളും വൊക്കാബൊക്കെയാണ് ഞാൻ പറയുന്നത്. ദി ഭാൻ അല്ലെങ്കിൽ ദർസൂഖ്, അതായത് ട്രെയിനിനെ നമുക്ക് ഭാൻ എന്നും പറയും, സൂഖ് എന്നും പറയും. ഓക്കെ, അടുത്തതാണ് ദർഭാനോഫ്, അതായത് ട്രെയിൻ സ്റ്റേഷനാണ് നമ്മൾ ബാൻഹോഫ് എന്ന് പറയുന്നത്. അടുത്തതാണ് ദി ഹാൾട്ട് സ്റ്റെല്ലെ, അതായത് ദ സ്റ്റോപ്പ്. ഓക്കെ, ബസ് സ്റ്റോപ്പ് ആണെങ്കിൽ ദി ബസ് ഹാൾട്ട് സ്റ്റെല്ലെ, ബസ് സ്റ്റോപ്പ്. അടുത്തതാണ് ഊബാൻ എന്ന് പറഞ്ഞാൽ മെട്രോ ആണ്, അതായത് അണ്ടറിലുള്ളതായതുകൊണ്ട് ഊബാൻ. ജർമ്മനിൽ കോമൺ ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷനാണ് ട്രാമിന് നമ്മൾ ദി സ്ട്രാസൻ ബാൻ. ഓക്കെ, ഇതൊക്കെ നമ്മൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ട്രാൻസ്പോർട്ടേഷൻ്റെ പേരുകളൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഇത് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ കുറച്ച് ഇതിനും റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 12. വൺ ഫാർട്ട് ദ നെക്സ്റ്റ് സൂക്ക്, വെൻ ഈസ് ദ നെക്സ്റ്റ് ട്രെയിൻ ലീവിങ്, എപ്പോഴാണ് അടുത്ത ബസ് പോകുന്നത്, ബസ്സല്ല ട്രെയിൻ പോകുന്നത്. ഓക്കെ, വൺ ഫേർട്ട് ദ നെക്സ്റ്റ് ബസ്, എപ്പോഴാണ് അടുത്ത ബസ് പോകുന്നത്. ഓക്കെ, അങ്ങനെയാണ് മീനിങ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നതുമാണ്, അറിഞ്ഞിരിക്കേണ്ടതുമാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചൂസ്.